ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കേരള പെൻഷനേഴ്സ് പോർട്ടലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പോർട്ടൽ വിശദമായിട്ട് നോക്കാം, അതിനകത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഗൂഗിളിൽ തന്നെ കേരള പെൻഷനേഴ്സ് പോർട്ടൽ എന്ന് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആദ്യത്തെ ഒരു റിസൾട്ട് വരുന്നതാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇതാണ് ഈ പോർട്ടലിൻ്റെ ഇൻ്റർഫേസ്. അപ്പോൾ നമുക്ക് അതിനകത്ത് എങ്ങനെ ലോഗിൻ ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് ആദ്യം തന്നെ നോക്കാം. അതിനായിട്ട് നമുക്ക് മുകളിലായിട്ട് സൈൻ ഇൻ എന്ന് പറയുന്ന ഒരു ലിങ്ക് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നതാണ്. അതിനകത്ത് മൊബൈൽ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു OTP വരുന്നതാണ്. അത് കൊടുത്ത് നമുക്ക് അതിനകത്തേക്ക് കയറാം. ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്ത് അക്കൗണ്ട് തുടങ്ങിയിട്ടില്ല എങ്കിൽ നമുക്ക് ഇവിടെ ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ട് യെറ്റ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അക്കൗണ്ട് തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഒരു അക്കൗണ്ട് എങ്ങനെ തുടങ്ങാമെന്നുള്ളതും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ട് യെറ്റ് എന്ന് പറയുന്ന ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മൊബൈൽ നമ്പർ കൊടുക്കുക. അപ്പോൾ നമ്മളൊരു കാര്യം ഓർക്കുക, ഇവിടെ കൊടുക്കേണ്ട മൊബൈൽ നമ്പർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ട്രഷറിയിൽ ഏത് നമ്പറുമായിട്ടാണോ ലിങ്ക് ചെയ്തിരിക്കുന്നത് ആ നമ്പർ വേണം ഇവിടെ കൊടുക്കുവാൻ. അപ്പോൾ ആ ഒരു നമ്പർ നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, ആ നമ്പർ കൊടുത്തതിന് ശേഷം നമുക്ക് ജനറേറ്റ് OTP എന്ന് പറയുന്ന ലിങ്ക് നമുക്ക് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്പർ ശരിയാണ് എങ്കിൽ അതിലേക്ക് OTP വരുന്നതായിരിക്കും. അപ്പോൾ ആ OTP നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കൺഫേം ചെയ്യാവുന്നതാണ്. കൺഫേം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പുതിയൊരു വിൻഡോ വരുന്നതാണ്. അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പാസ്വേഡിന് അവർ പറയുന്നുണ്ട് 8 തൊട്ട് 15 ഒക്കെ വേണമെന്നും അറ്റ്ലീസ്റ്റ് ഒരു അപ്പർ കേസ് ലെറ്റർ അല്ലെങ്കിൽ ലോവർ കേസ് ലെറ്റർ വേണം. അതുപോലെ തന്നെ ഒരു നമ്പരും ഒരു സ്പെഷ്യൽ ക്യാരക്ടറും വേണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു പാസ്വേഡ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾ 2 തവണ പാസ്വേഡ് ടൈപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ടൈപ്പ് ചെയ്തതിന് ശേഷം സേവ് പാസ്വേഡ് എന്ന് പറഞ്ഞ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പം സേവ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു പ്രൊഫൈലിനകത്തേക്ക് കയറാവുന്നതാണ്. നമ്മുടെ ആ പ്രൊഫൈലിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാവുന്നതാണ്. നമ്മുടെ ആ പെൻഷനറിൻ്റെ പേരും അതുപോലെ തന്നെ PPO നമ്പരും ബാങ്ക് അക്കൗണ്ട് നമ്പർ മെഡിസപ്പ് ID എന്നിവയെല്ലാം നമുക്കിവിടെ കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് കാണാം എന്നോട്ടാണ് പെൻഷൻ ആയത് എന്നുള്ളത് ഒക്കെ നമുക്കിവിടെ കാണാവുന്നതാണ്. അതിൻ്റെ ബേസിക് എത്രയാണെന്നുള്ളതെല്ലാം നമുക്ക് ഈ ഒരു സൈഡിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് അവസാനം കിട്ടിയ സാലറിയുടെ അതായത് പെൻഷൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാവുന്നതാണ്. എത്രയാണ് നമ്മുടെ പെൻഷൻ എമൗണ്ട് എന്നും അതിനകത്ത് എന്തൊക്കെ കൂടിയിട്ടുണ്ട് എന്തൊക്കെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതെല്ലാം നമുക്കിവിടെ കാണാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ മസ്റ്ററിങ് എന്നാണ് ചെയ്തതെന്നും ഇനി നമുക്ക് എത്ര ദിവസത്തിന് ശേഷം മസ്റ്ററിങ് ചെയ്യണം എന്നുള്ളതും നമുക്കിവിടെ ബ്ലിങ്കായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിനകത്ത് തന്നെ നമുക്ക് മുകളിൽ കുറേ ലിങ്കുകളൊക്കെ കാണാം. അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പം ആദ്യത്തെ ലിങ്ക് വന്ന് കിടക്കുന്ന മൈ പ്രൊഫൈലാണ്. അതിനകത്ത് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ശരിയാണോ എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനത് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമുക്കിവിടെ കാണാവുന്നതാണ്. നമ്മുടെ അഡ്രസ്സും പേഴ്സണൽ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ പെൻഷൻ ഡീറ്റെയിൽസ് ഇതെല്ലാം നമുക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ നമുക്ക് ഒരു 6 മാസത്തേക്ക് നമുക്ക് എത്ര രൂപ പെൻഷനായിട്ട് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഇവിടെ ക്രെഡിറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പീരീഡ് ഫ്രമും പീരീഡ് ടൂവും നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ കിട്ടി എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ കൊടുക്കുന്ന ആ കാലയളവ് 6 മാസത്തേക്ക് ഉള്ളതാണെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം ഞാൻ 6 മാസത്തെ ജനുവരി തൊട്ട് ജൂൺ വരെയുള്ള കൊടുത്തിരിക്കുകയാണ്. ഇനി വ്യൂ
എടുത്തു നോക്കാം. ഇപ്പം നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള 6 മാസത്തെ ഡേറ്റുകൾ കൊടുത്ത് നമ്മുടെ പെൻഷൻ ചെക്ക് ചെയ്യാവുന്നതാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ഇനിയിപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മെഡിഫെപ്പ് റിപ്പോർട്ട് അത് കാണണമെന്നുണ്ടെങ്കിൽ അടുത്ത മുകളിൽ തന്നെ മറ്റൊരു ലിങ്ക് നമുക്ക് കാണാൻ സാധിക്കും. അതിനകത്ത് മെഡിഫെപ്പിനകത്ത് എത്ര രൂപ പോയിട്ടുണ്ട് എന്നുള്ളതും ഡിഡക്ഷൻ ഡേറ്റ് എന്താണെന്നുള്ളതും നമുക്കിവിടെ അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ മെഡിഫെപ്പിൻ്റെ ID, നമ്മുടെ പാൻ നമ്പർ എന്നിവയെല്ലാം നമുക്ക് മുകളിൽ കാണാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു ലിങ്കാണ് ഡൗൺലോഡ്സ് എന്ന് പറയുന്നത്. ആ ഡൗൺലോഡ്സ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നീടാണെങ്കിലും ആവശ്യം വരുന്ന കുറേ ഡോക്യുമെൻറ്റ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതിനകത്ത് ആവശ്യമുള്ളത് ഉണ്ട് എങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത ലിങ്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺടാക്റ്റ് ആണ്. കോൺടാക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ട്രഷറിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു കോൺടാക്റ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇത് തിരുവനന്തപുരത്തെ അഡ്രസ്സാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ അതുപോലെ നമ്മുടെ ട്രഷറിയുടെയൊക്കെ നമ്പറുകൾ ആവശ്യമുണ്ട് എങ്കിൽ നമുക്കിവിടെ സെർച്ച് ചെയ്ത് കണ്ടെത്താവുന്നതാണ്. സ്ഥലത്തിൻ്റെ പേര് കൊടുത്താൽ മതിയായിരിക്കും. അപ്പോൾ ആ ട്രഷറിയുടെ ഡീറ്റെയിൽസ് നമുക്ക് സെർച്ച് എന്ന് പറഞ്ഞ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഒരു പള്ളിക്കത്തോടിൻ്റെ ഡീറ്റെയിൽസാണ് തപ്പിയത്. അപ്പോൾ അവിടുത്തെ ഫോൺ നമ്പറും ഇമെയിൽ ഐഡിയും എല്ലാം നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ പരിചയപ്പെടുത്താനുള്ള മറ്റൊരു കാര്യം നമുക്ക് സർവീസസ് എന്ന് പറയുന്ന ഒരു ലിങ്കാണ്. ഇതിനകത്ത് നമുക്ക് 4-5 ലിങ്കുകൾ കിടപ്പുണ്ട്. അതിനകത്ത് ഒന്ന് ചേഞ്ച് പാസ്വേഡാണ്. പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് കൊടുത്താൽ മതിയായിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും ഫീഡ്ബാക്കുകളും ഡിക്ലറേഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലിങ്കുകളെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിനകത്തുള്ള ഒരെണ്ണം IT സ്റ്റേറ്റ്മെൻ്റ് ആണ്. IT സ്റ്റേറ്റ്മെൻ്റ് എടുക്കുകയാണ് എങ്കിൽ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഉണ്ട് എങ്കിൽ അത് നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് നമുക്ക് ഡോക്യുമെൻ്റ് നെയിം കൊടുത്തതിന് ശേഷം ചൂസ് ഡോക്യുമെൻറ്റ് എന്ന് പറയുന്നതിനകത്ത് ചൂസ് ഫയൽ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫയൽ എവിടെയാണോ കിടക്കുന്നത് ആ ഫയൽ സെലക്ട് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അതുപോലെ തന്നെ സർവീസുകാർക്ക് ഡിക്ലറേഷനൊക്കെ ഉണ്ട് എങ്കിൽ സർവീസിനകത്ത് ഡിക്ലറേഷൻ എന്ന് പറയുന്ന ലിങ്ക് നമുക്ക് കാണാവുന്നതാണ്. അതിനകത്ത് നമ്മൾ സാധാരണ ഐ അഗ്രി കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അഫിഡവിറ്റ് സബ്മിറ്റ് ആകുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് മൊത്തത്തിൽ ഈ ഒരു സൈറ്റിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.